ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വേപ്പിലക്കട്ടി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ. കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം, ചിരകിയത്. ഞാനൊരു 4-5 മുറി തേങ്ങ എന്തായാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ ഇതുപോലെ വറുത്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വറുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 100 ഗ്രാം ഉഴുന്ന്, ഒരു പിടി കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കുരുമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം വാളൻപുളി, ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. വാളൻപുളി ഇതുപോലെ ഉണ്ടായിട്ട് ഇടരുത്, അത് മുറിച്ച് പിച്ചിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറായി വരണം. ഏകദേശം പാകം എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്ന് എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ കടിച്ച പൊട്ടം കിട്ടണം, ആ ഒരു പാകമാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് വറുത്ത് കൊടുക്കാം. അപ്പം ഏകദേശം കുറച്ചൊരു ഡാർക്ക് കളറായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ തേങ്ങ അരക്കില്ലേ, അതുപോലെ തന്നെ വരണം. ഈ ഒരു ഡാർക്ക് കളറിൽ വരുന്ന സമയത്താണ് നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്നത്. ഇനി ഞാൻ ഈ വറുത്തതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നിങ്ങളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് പോലെ കിട്ടും. ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പൊടിയായിട്ട് മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ വേപ്പിലക്കട്ടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. വേപ്പിലക്കട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തിനു കൂടെ വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, നമുക്ക് ഏകദേശം 1 വർഷം വരെ സ്റ്റോർ ചെയ്യാം. വെള്ളം ഒന്നും തട്ടിക്കരുത്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും.